എല്ലാവർക്കും എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു പുതിയ ലാപ്ടോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഐ തിങ്ക് എവറിത്തിങ് ഇസ് ഓക്കെ. ഇന്ന് രാത്രിക്കാലം നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സ്ഥാനത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ച ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എത്ര നല്ലവൻ. 2024 നമ്മളെ വിട്ട് കടന്നുപോയി, 25ലേക്ക് നമ്മൾ കയറി. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവർഷ ആശംസകൾ അറിയിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മോട് കൂടി ഇരുന്നു, നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്നു, അല്ലേ? നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ കടന്നു. ഞാൻ വളരെ ദൈവത്തെ സ്തുതിപ്പാനിടയായി. കാരണം പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാതെ അപ്പുറമായിട്ട് ദൈവം ചെയ്തതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷം. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ നമ്മളെല്ലാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനത്തെ പല അവസ്ഥകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തെ അതിനുവേണ്ടി മഹത്വപ്പെടുത്താം. അതേ സമയത്ത് അനേക സംഭവിക്കാൻ പറ്റാത്ത പലതും നമ്മുടെ ചുറ്റുപാട് സംഭവിച്ചു. ന്യൂ ഓർലീൻസിൽ കഴിഞ്ഞ ഇടയ്ക്ക് സംഭവിച്ച വലിയൊരു അപകടമായിരുന്നു. അതനേകർ തങ്ങളുടെ വിശ്വാസം എന്തെന്നോ, തങ്ങൾ ആരാണെന്നോ, തങ്ങൾ അവിടെ എന്തിനു വന്നു എന്നൊന്നും അറിയാതെ ഒരു വ്യക്തി ചുമ്മാതങ്ങ് കയറി ഒരു 10-15 പേരെ അങ്ങ് കൊല്ലുക. ഇതൊക്കെ അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. നമുക്ക് ഒരു ദിവസം കൂടെ ദൈവം നീട്ടി തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിനൊരു ഫലം കാണുവാനൊക്കെയാണ്. അതിന് നമുക്ക് തന്ന ജീവിതകാലം കർത്താവിന് വേണ്ടി മാത്രം ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ഞാൻ അധികമൊന്നും സമയം എടുക്കുന്നില്ല തീരുമാനിച്ചിട്ട്. കാരണം ഒരു ചെറിയ ഒരു സന്ദേശം മാത്രം പറഞ്ഞിട്ട് നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. വേദപുസ്തകത്തില് നമുക്കെല്ലാം വളരെ താല്പര്യമുള്ളൊരു പുസ്തകമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം. 150 സങ്കീർത്തനങ്ങളുണ്ട്. ഇതിൽ പല സങ്കീർത്തനങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആകെ മൊത്തം നമുക്ക് മനസ്സിലാകുന്നത് അന്നത്തെ കാലത്തെ ഇസ്രായേൽ മക്കളുടെ ഒരു എത്തിക്സും അവരുടെ ജീവിത ശൈലിയും അവരുടെ ജീവിതത്തിൽ എടുത്തിരുന്ന തീരുമാനങ്ങളൊക്കെ മിക്സ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. പല അധ്യായങ്ങളും നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ചിലപ്പം കണ്ണുനീര് വരാൻ ചാൻസസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നത് വായിച്ചിട്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ വേദപുസ്തകത്തിലെ ഈ സങ്കീർത്തനങ്ങളിലെ അധ്യായങ്ങൾ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ ചിലപ്പോൾ സങ്കീർത്തനം 23-ാം അധ്യായ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ സങ്കീർത്തനം ചെറുപ്പകാലം മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പലപ്പോഴും പലരും അതിനെ പല രീതിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല വ്യാഖ്യാനങ്ങൾ അതിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു ജൂയിഷ് റാബായി അതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചു. പുള്ളി പറഞ്ഞ അതിൽ ഏറ്റവും വലിയ ഒരു സബ്ജക്റ്റ്, ആരും കാണാത്ത 2 സബ്ജക്റ്റ് അതിനകത്തുണ്ട്. ഒന്ന്, ഒരു തിയോളജി അതിനകത്തുണ്ട്. 2, ഒരു വ്യക്തിയുടെ വിശ്വാസം അതിനകത്തുണ്ട്. തിയോളജി എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയാ പുൽപ്പുറത്തിൽ അവനെ കിടത്തുന്നു. ഇതൊക്കെ യഹോവയെ പറ്റിയുള്ള ഒരു അറിവാണ് ദാവീദിനുണ്ടായത്. അവൻ ആരാണ്, എന്താണ്, ഒരു തിയോളജി അവിടെ പറയുന്നു. യഹോവയെ പറ്റി ഇങ്ങനെയുള്ള അറിവുകൾ മാത്രം അവൻ നിരത്തി വെക്കുക 2-3 വാക്യങ്ങൾ. എന്നാൽ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, അവൻ എന്നോട് കൂടെ ഉണ്ട്. അതിന്റെ കാരണം അവന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. ആ അനുഭവത്തിൽ നിന്ന് അവൻ ദൈവം ആരാന്ന് മനസ്സിലാക്കി. അതാണ് പറയുന്നത് വിശ്വാസം. ആ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ദാവീദിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അവിടെ നിരത്തി വെക്കുന്നത്. അവൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോയല്ല, മരണ നിഴലിൻ താഴ്വരയാണ് ഒറിജിനൽ ട്രാൻസ്ലേഷൻ കിടന്നത്. മരണ നിഴലിൻ താഴ്വരയിൽ കൂടെ കടന്നു പോയപ്പോ എന്ന് വെച്ചാൽ അവൻ മരണത്തെ ഫേസ് ടു ഫേസ് കണ്ട ഒരു അനുഭവം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെയുള്ള സമയങ്ങളിൽ അവൻ ദൈവത്തെ രുചിച്ചറിഞ്ഞു. ദൈവത്തിന്റെ അത്ഭുതം അവൻ മനസ്സിലാക്കി. അവന്റെ എക്സ്പീരിയൻസിലൂടെ അവൻ ദൈവം ആരെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പറയുന്ന, മരണ നിഴലിൽ താഴ്കൂടി ഞാൻ നടന്നാലും നടന്നിട്ടുണ്ട്. ഞാൻ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നു. ഞാൻ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ സിംഹം എന്റെ നേരെ വന്നു, കരടി എന്റെ നേരെ വന്നു, ശത്രുക്കൾ എന്റെ നേരെ വന്നു. എന്റെ ജീവിതകാലത്ത് മരണത്തെ ഞാൻ നേർ കണ്ട സമയത്ത് ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലെ ഈ ദൈവത്തെ പറ്റി വലിയ അറിവ് നമുക്കുണ്ട്.
ഭയങ്കര തിയോളജി നമുക്കറിയാം. ദൈവം ആരാണെന്നും സൃഷ്ടിതാവാണെന്നും ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അറിയാം. എന്നാൽ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ആ ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ പഠിക്കുന്നത്. റാബായി പറയുമ്പോൾ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി. കാരണം ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മരണനീരിൽ താഴ്വിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ നടത്തിയ വഴികളെ നമ്മളൊന്ന് ഓർക്കണം. പലരും നമുക്ക് ഈ കേൾക്കുന്നവരിലൊക്കെ വളരെ രോഗങ്ങളാലും ഭാരങ്ങളാലും ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. ജീവിതത്തിൽ നമ്മൾ മരണത്തെ ഫേസ് ടു ഫേസ് കണ്ട സമയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം നമ്മളെ എത്ര പ്രാവശ്യം വിടുവിച്ചു, എത്ര പ്രാവശ്യം ദൈവത്തിന്റെ അത്ഭുതങ്ങളും നമ്മൾ കണ്ടു, അവനെ എത്ര നല്ലവനും നമുക്ക് രുചിച്ചറിയാൻ സാധിച്ചു. ഇതൊക്കെ ഇന്ന് രാത്രികാലം നമ്മൾ പലപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊന്ന് ശരിക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു അത്ഭുതമാണ്. എത്രയോ സമയങ്ങളിൽ ദൈവം മരണത്തിന് മുമ്പിൽ നമ്മളെ വിടുവിച്ചു. ഞാൻ ഓർക്കുന്നു, ഞാൻ ബാക്ക് ഇൻ ഇന്ത്യ, ഞാൻ ചെറുപ്പത്തില് ഒരിക്കൽ അവിടെ ഒരു കുറച്ച് പണിക്കാരങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവിടെ ഉച്ചയ്ക്ക് അവിടെ പോയി അവരൊക്കെ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുക. അപ്പൊ ഒരു ചെറിയ ഒരു കാടുണ്ട്. ആ കാടിന്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്തോ ഇങ്ങനെ ചീറ്റുന്ന കേൾക്കാം. അപ്പൊ ഞാൻ ഓർത്തു ഇതെന്തോ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ പൂച്ചക്കുഞ്ഞുണ്ട്, അത് വന്ന് അവിടെ അതിനകത്ത് കയറിയിരിക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കുറഞ്ഞ ചീറ്റിന്റെ വ്യത്യാസം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി വേറെയാണ്. ഞാൻ അവിടെ നിന്ന് മാറാൻ വേണ്ടി ഒരു മൂർഖം പാമ്പ് അവിടെ നിന്ന് ചീറ്റുക. ഞാൻ അവിടെ നിന്ന് മാറിയില്ല, 3 തരം എന്നെ അന്ന് മരണം കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നിട്ടില്ലേ. ദൈവം അവിടെ നിന്നെല്ലാം നമ്മളെ വിടുവിച്ചു. മരണ നിഴലിൻ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്കെല്ലാം അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. അത് ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിച്ചാൽ വളരെ നല്ലതായിരുന്നു. 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ആമേൻ. താങ്ക് യു സിസ്റ്റർ. രാത്രിയില് വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമായിരുന്നു. വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സംഗീതം. നമുക്കെല്ലാം കാണാപ്പാടം അറിയാവുന്ന സങ്കീർത്തനം. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമുക്കറിയാവുന്ന ലാംഗ്വേജിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രെയർ ബുക്കാണ്. അത് പാട്ടുകളാണ്. പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതചര്യയും അവരുടെ എത്തിക്സും അവരുടെ ഡിസിഷൻസും അവരുടെ ദൈവസന്നിധാനത്തിൽ അവരെടുത്ത തീരുമാനങ്ങളൊക്കെ ഉദ്ദേശിച്ച് അതങ്ങനെ ക്രോഡീകരിച്ച് പലരും എഴുതിയ ഒരു സങ്കീർത്തന ഭാഗങ്ങളാണ്. അതിൽ 1-ാമത്തെ സങ്കീർത്തനം, ഇതിന്റെ ഓത്തർ ആരാണെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ഈ സങ്കീർത്തനം എഴുതിയ ചില ബാബേൽ പ്രവാസത്തിന് മുമ്പേ അതിന് ശേഷവുമാണെന്ന് പറയുന്നു. ആദ്യത്തെ സങ്കീർത്തനം 1-ഉം 2-ഉം ആദ്യം ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിരുന്നു എന്നും പറയുന്നവരുണ്ട്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. കാരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഇങ്ങനെ 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് അമേരിക്കൻ വെസ്റ്റേൺ ടെക്സ്റ്റിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നാലോ ഒറിജിനൽ ഭാഷയിൽ അത് 1-ാം സങ്കീർത്തനം എന്ന് പറയുന്നതൊക്കെ പറഞ്ഞതൊന്നും ഒരു ചർച്ചാ വിഷയമല്ല ഇന്ന് രാത്രിക്കാലം. ഇതിന്റെ ഉള്ളടക്കമാണ് നമുക്ക് ഇന്ന് രാത്രികാലം കാണേണ്ടത്. ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ പറ്റി ഉള്ളൊരു സങ്കീർത്തനമാണ്. വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ദൈവം നമ്മളെപ്പറ്റി എന്ത് ആഗ്രഹിക്കുന്നു, എങ്ങനത്തെ നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം, അതിൽ ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പാടില്ല, ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം എന്നുള്ളതും ഇതിനകത്ത് വളരെ ചില പോയിന്റ് ഞാൻ വാക്യപ്രതിവാക്യമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് ചില മെയിൻ പോയിന്റ്സ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആയിരക്കണക്കിന് ഡിസിഷൻസ് എടുക്കാറുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ളത്. അതിൽ നമ്മൾ ആരുടെ ഉപദേശമാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മൾ നീതിമാന്മാരുടെ ഉപദേശമാണ് കേൾക്കുന്നത്, ദൈവത്തിന്റെ ഉപദേശമാണ് കേൾക്കുന്നത്, ദുഷ്ടന്റെ ഉപദേശമാണ് കേൾക്കുന്നത്, പാപിയുടെ ഉപദേശമാണ് കേൾക്കുന്നത്. ഇതൊക്കെ അത് വലിയ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ. കാരണം നമ്മൾ ആരാണ് നമ്മുടെ ജീവിതത്തിലെ കൗൺസിലിംഗ് തരുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പലപ്പോഴും
തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവനൊരു പർവ്വതത്തിന് മേളിലോട്ട് താഴ്വരയിലേക്ക് ചാടാൻ പോകുന്നു. അതേ സമയത്ത് ആ വ്യക്തി വേറെ ഒരു തീരുമാനം എടുക്കാം. ഞാൻ ഇന്ന് രാത്രികാലം പോയി എൻ്റെ കുടുംബവുമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതിൽ ഏത് തീരുമാനം നമ്മൾ എടുക്കുന്നത്? വളരെ ഈസിയായ ഒരു തീരുമാനമായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മുടെ കുടുംബമായിട്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് പലരും പല തെറ്റായ തീരുമാനം ജീവിതത്തിൽ എടുക്കുന്നത് വെച്ചാൽ, അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഉപദേശങ്ങളാണ്. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും, അല്ലെങ്കിൽ പിശാച് ഒരിക്കലും ഒരു ചുമന്ന സൂട്ടും ഒക്കെ ഇട്ട് എന്നെ വായി കൊണ്ട് ഇങ്ങനെ ഫയർ ഇങ്ങനെ തുപ്പിക്കൊണ്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒരു തൃശൂലൊക്കെ പിടിച്ചു വരുന്ന ആളല്ല. അവൻ വെളിച്ചത്തിന്റെ ദൂതനായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അവൻ നമ്മുടെ അടുത്ത് പല പ്രോമിസുകളുമായിട്ടാണ് വരുന്നത്. നമുക്ക് വേണ്ട സ്വർഗത്ത് ആകാശത്ത് നിന്ന് അമ്പിളിമാവനെ കൊണ്ട് നമ്മുടെ കൈ തരാമെന്ന് വരെ പറയും. അങ്ങനത്തെ രീതിയിലാണ് പിശാച് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ഉപദേശിക്കുന്നത്. എന്നാൽ ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ അതിനെ പഠിച്ച്, അതിനെ രാപ്പകൽ ധ്യാനിച്ച്, അതിൽ നിന്ന് വരുന്ന ഉപദേശങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ തീരുമാനം എടുക്കുന്നതല്ലേ എളുപ്പം. എന്നാൽ പലപ്പോഴും ജനങ്ങൾ പോകുന്നത് ഈ സാത്താന്റെ ഉപദേശങ്ങൾ കേട്ട്, അവൻ മന്ത്രിക്കുന്ന മന്ത്രങ്ങളെ കേട്ട്, അവൻ ചെവിയിൽ മന്ത്രിക്കുന്ന മന്ത്രങ്ങളെ കേട്ട് അതിൽ കൂടെ തിരിഞ്ഞുപോയി അനേകർ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവം നമ്മൾ അതാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. ദൈവമായിരിക്കണം നിന്റെ കൗൺസിൽ, ദൈവത്തിന്റെ ന്യായപ്രമാണമായിരിക്കണം നിന്റെ വഴികാട്ടി. അല്ലെങ്കിൽ നിന്റെ ജീവിതം ഒന്നാകെ നശിച്ചു പോകും എന്നുള്ളതാണ് ഈ നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങളുടെ മേൽ ആരുടെ ഇൻഫ്ലുവൻസാ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്തൊരു വൃക്ഷത്തെ പറ്റി സംസാരിക്കുന്നു. ഒരു മെറ്റഫോറാണ് ഇവിടെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മെറ്റഫോർ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ ഒരു വൃക്ഷം. ഒരു വൃക്ഷം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ വൃക്ഷത്തിന്റെ പണി എന്താ? അതിന്റെ തോട്ടക്കാരൻ എന്ത് ആഗ്രഹിക്കുന്നതോ അത് ആ വൃക്ഷം കൊടുക്കുകയാണ്. ഹി സ്റ്റാൻഡിങ് ബിഫോർ ഇറ്റ്സ് ലോർഡ്. അല്ലെങ്കിൽ അതാണ് ഇതിന് ഈ സങ്കീർത്തനം ഒരു വിസ്ഡം സങ്കീർത്തനം കൊണ്ട്. വിസ്ഡം എന്ന് പറഞ്ഞാൽ പരിജ്ഞാനത്തിന്റെ ജ്ഞാനം കൊണ്ടും നിറഞ്ഞ ഒരു സങ്കീർത്തനം. ഇതിനകത്തൊരു കോർട്ടുണ്ട്. ഒരു കോർട്ടിനെ പറ്റി സംസാരിക്കുന്നു. ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കോർട്ടിലെ നോബിൾസ് അല്ലെ കോർട്ടിയേഴ്സ് ആരായിരിക്കണം, മറ്റേ സ്വഭാവം എന്തായിരിക്കണം എന്നുള്ളതോടെ പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന മരം ഒരു മെറ്റഫോറായിട്ട് പറയുമ്പോൾ ആ മരത്തിന്റെ ജോലി എന്ന് പറയുന്നത് തോട്ടക്കാരന് മുമ്പിൽ നിൽക്കുക, ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ അവിടെ നിൽക്കുക. അല്ലെങ്കിൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിന്റെ മുമ്പിൽ അവനെ എങ്ങനെ പ്രീതിപ്പെടുത്തുവാനും അവനെ ശുശ്രൂഷിപ്പാനും നിൽക്കുന്ന പോലെയാണ് ഈ വൃക്ഷം നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പണ്ട് കാലത്തിനുള്ള നമ്മുടെയൊക്കെ തറവാടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കാര്യസ്ഥന്മാരുണ്ട്. ഈ കാര്യസ്ഥന്മാരെന്താ ചെയ്യുന്നത്? കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കണക്കുകളും നോക്കി ചെയ്ത് ആ വീട്ടിലെ ഉടമയെ ഏൽപ്പിക്കും. ഇതുപോലെയാണ് ഈ ഒരു വൃക്ഷം നിൽക്കുന്നത്. ആ യജമാനന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് വേണ്ടതെല്ലാം യജമാനൻ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അത് ആ വൃക്ഷത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ആ വൃക്ഷത്തിന്റെ ജോലി. അതുപോലെയാണ് ഒരു ദൈവസന്നിധാനത്തിൽ നിൽക്കുന്ന ഒരു ദൈവഭക്തൻ ദൈവം എന്താഗ്രഹിക്കുന്നു അത് മാത്രം ചെയ്തു കൊടുക്കാൻ കടംപെട്ടവനാണ്. അതിനപ്പുറമായിട്ട് അവൻ ഒന്നുമില്ല ജീവിതത്തിൽ. ഈ ഒരു വൃക്ഷം പോലെ, ഫലപ്രദമായ വൃക്ഷം പോലെ, ഉണങ്ങിപ്പോകാത്ത വൃക്ഷം പോലെ അവനിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും, therefore the wicked shall not remain in the court, nor sinners in the assembly of righteous. എന്നാൽ ദുഷ്ടൻ ഒരിക്കലും നീതിമാന്മാരുടെ കോർട്ടിൽ നിൽക്കത്തില്ലെന്ന്, അവനെ കൊണ്ട് സാധിക്കത്തില്ല. പാപി ഒരിക്കലും ദൈവത്തിന്റെ അസംബ്ലിയിൽ വരാൻ സാധിക്കത്തില്ല. കാരണം പാപം അവന്റെ ജീവിതത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവൻ ഒരിക്കലും ദൈവം മുമ്പാകെ വരുവാൻ സാധിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന് മുമ്പായിരിക്കുന്ന കോർട്ട് എന്ന് പറയുന്നത് ഒരു അസംബ്ലി ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു വലിയ റൈച്ചസ് ഗ്രൂപ്പാണ്. അങ്ങനെ ആകാവുള്ളൂ എന്നാണ് ഈ വേദവസ്തം പറയുന്നത്, ഈ സങ്കീർത്തനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത്
നമ്മൾ ഈ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവസന്നിധാനത്തിൽ ന്യായം വിധിക്കുന്നവർ എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു മോശയുടെ അമ്മായിയപ്പനായ യിത്രോവ് വന്നിട്ട് മോശയോട് പറയുന്നു. മോശ വളരെ ടയേർഡായിരുന്നു. ഇത്രയും ജനക്കൂട്ടത്തെ നയിക്കുന്നു, അതിന്റെ പുറത്ത് അവരുടെ വിഷയങ്ങൾക്കെല്ലാം ഇടപെടണം. ഒരു ന്യായാധിപന്റെ ജോലി മുഴുവൻ മോശ ചെയ്യണം, നടത്തിപ്പുകാരുടെ ലീഡറിന്റെ ജോലി മുഴുവൻ ചെയ്യണം, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ മോശ ചെയ്യണം, ആരും സഹായിക്കാനില്ല. ഇങ്ങനെ ഭാരപ്പെട്ട് ഇത്രയും വലിയ ഭാരങ്ങളൊക്കെ മോശയുടെ തലമേൽ വന്നപ്പോൾ അമ്മായിയപ്പൻ ചെന്നൊരു ഉപദേശം, നല്ലൊരു അമ്മായിപ്പനായിരുന്നു കേട്ടോ, ചെന്നൊരു ഉപദേശം പറഞ്ഞു. നീ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നീ ഈ ഭാരങ്ങളെല്ലാം കൂടെ എടുക്കേണ്ട കാര്യമില്ല. നീ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ, ആൾക്കാരുടെ നല്ലവരെ കുറച്ച് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കുറച്ച് പേരെ നീ തിരഞ്ഞെടുക്കുക. നീ അതിന്റെ ഇടയ്ക്ക് ദേ ഹേറ്റ് ബ്രൈഡ്, അത് ഇങ്ങനെ കൈക്കൂലി വാങ്ങാത്തവർ, അവർ ദൈവത്തെ ഭയമുള്ളവർ, ഇവരെ ഇങ്ങനെ കുറച്ചു പേരെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ 10,000 പേർക്കും 1000 പേർക്കും 50 പേർക്കും 10 പേർക്കും തലവന്മാരായിട്ട് വെക്കണം. ഒരു സിസ്റ്റം അവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിന് ഏറ്റവും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദൈവഭയമുള്ളവരായിരിക്കണം. 2, അവർ വിശ്വാസയോഗ്യരായിരിക്കണം. 3, യാതൊരുവിധ ബ്രൈബറിയിലും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും ചെയ്യാത്തവരും നീതിക്ക് വേണ്ടി നിൽക്കുന്നവരുമായിരിക്കണം. അങ്ങനെയുള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഈ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് അങ്ങനെയുള്ളവർ മാത്രമേ ദൈവത്തിന്റെ കോർട്ടിൽ അല്ലെ ഇസ്രയേലിന്റെ കോർട്ടിൽ നിൽക്കാവുള്ളൂ, അല്ലെ ശുശ്രൂഷിക്കാവുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു രാജാവിന്റെ കോർട്ടിൽ ഇങ്ങനെയുള്ളവർ മാത്രമേ നിൽക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ദുഷ്ടന്മാരുടെ ആലോചന പറയാൻ നടക്കാത്തവർ, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവർ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവർ, ഇങ്ങനെയുള്ളവർ മാത്രം രാജാവിന്റെ സന്നിധാനത്തിൽ, ഇസ്രയേലിന്റെ ഒരു രാജാവിന്റെ സന്നിധാനത്തിൽ നിൽക്കാവുള്ളൂ, അവന്റെ കോർട്ടിൽ ജോലി ചെയ്യാവുള്ളൂ എന്നാണ് ഈ 1-ാം സങ്കീർത്തനം പറയുന്നത്. 101-ാം സങ്കീർത്തനം ഇത് തന്നെയാണ് പറയുന്നത്. അവർ ബ്ലെയിംലെസ് ആയിരിക്കണം. അത് രണ്ടുകൂടെ ഒരു പാരലലിസം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. 101-ാം സങ്കീർത്തനം ഒരു പാരലലിസം ഇവിടെ കാണുന്നുണ്ട്. അവർ യാതൊരു വിധത്തിലും ഒരു ബ്ലെയിം ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ല. അവരെന്റെ അടുത്ത് വരുന്നവർ വളരെ ബ്ലെയിംലെസ് ആയിട്ട് മാത്രമേ വരാവുള്ളൂ. അവരിൽ ഒരു കുറ്റവും കാണരുത്. ദാവീദ് പറയാം, അവരുടെ ഒരു കുറ്റവും കാണാൻ പാടില്ല. അങ്ങനെയുള്ളവർ മാത്രം എന്റെ കോർട്ടിൽ നിൽക്കത്തുള്ളൂ എന്നാണ് ദാവീദ് പറയുന്നത്. ഇന്ന് രാത്രികാലം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 101-ാം സങ്കീർത്തനം 1-ാം സങ്കീർത്തനം രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. നമുക്ക് കിട്ടുന്ന കൗൺസിൽസ് എങ്ങനത്തെ ഉള്ളവരാണ്, നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ ഉപദേശം എങ്ങനെയുള്ളതാണ്, നമ്മുടെ കൂട്ടുകാരാരാ, നമ്മളെ ഉപദേശിക്കുന്നവരാരാ, നമ്മളെ വഴി നടത്തുന്നത് ആരാ, ദൈവവചനമാണോ, അല്ലെങ്കിൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ വിഷയങ്ങളുടെ മുമ്പിൽ, അതോ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചില കൂട്ടുകാരെ കണ്ടിട്ട് അവരിൽ നിന്ന് ഉപദേശം മേൽക്കുന്നവരാണോ സംഭവം. ഒരു കാര്യം നമ്മൾ വേദപുസ്തകത്തിൽ 2 ക്രോണിക്കിൾസിൽ അല്ലെങ്കിൽ 2 ദിനവൃത്താന്തം 22-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക വിഷയം കാണുന്നുണ്ട്. രാജാവായ അഹസ്യാവ് എന്ന് പറഞ്ഞാൽ അവൻ ആഹാബിന്റെ മകനായിരുന്നു. അവന്റെ അമ്മയും അവന്റെ അപ്പനും ചെയ്തതിൽ അധികമായി ദൈവത്തിന് അനിഷ്ടമായത് അവൻ ചെയ്തു. കാരണം എന്നാണ് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അവന്റെ കൗൺസിലേഴ്സ് അവനെ കറപ്റ്റ് ചെയ്തെന്നു. ഉപദേഷ്ടാക്കൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവർ അവനെ കറപ്റ്റ് ചെയ്തു. അതുകൊണ്ട് അവന്റെ അപ്പനും അവന്റെ അമ്മയും ചെയ്ത അധികം ദൈവത്തിന് എതിരായിട്ട് അനീതി പ്രവർത്തിച്ചായിട്ട് നമ്മൾ വായിക്കുന്നു. ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ ആരുടെ കൂടെയാണ്, നമ്മുടെ കൂട്ടുകാരാര്, നമ്മൾ ആരുടെ കൂടെ പോകും, നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു, ആരുടെ കൂടെ ഇരിക്കുന്നു, ആരോട് സംസാരിക്കുന്നു. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും ദൈവത്തിന് ഒരു ഇൻഫ്ലുവൻസ് വേണം. ദൈവം തന്നെ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോൾ ദൈവം അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവത്തെ ഇൻഡൾജ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ. അതോ നമ്മൾ ലൗകികരായ മനുഷ്യരുടെ മുമ്പിൽ പോയി നമ്മൾ കൗൺസിലിംഗ് എടുക്കുന്നവരാണോ? ഒരു രാജാവ് എന്ന് വെച്ചാൽ അവൻ ഒരിക്കലും തന്റെ സ്വന്തം കൂട്ടുകാരിൽ നിന്ന് അവരിൽ നിന്ന് വിടുന്ന കൗൺസിൽ എടുക്കാൻ അവൻ ന്യായപ്രമാണത്തിന്റെ ഒരു കോപ്പി അവന്റെ കയ്യിൽ വേണമെന്നാണ്. അവനതിനെ പഠിക്കണം, അവനതിനെ വായിക്കണം, എന്നിട്ട് അവൻ തീരുമാനങ്ങൾ എടുക്കണം. അല്ലാതെ തന്റെ കൗൺസിൽ, അതുപോലെ അവന്റെ കൗൺസിലിൽ ദൈവഭയമുള്ളവരും വേണം. ഇങ്ങനെ വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ
എന്നാണ് പറയുന്നത്. ഇത് 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തൊരു പാരലൽസ് അവിടെ കാണുന്നത്. 23-ാം അധ്യായത്തിൽ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ ഒന്നാം സങ്കീർത്തനം 1-3 വരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ട് റിലേഷനെ പറ്റി അവിടെ ശമൂവേൽ സംസാരിക്കുന്നു. അതുപോലെ ഇവിടെയും 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ. രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ അതുപോലെ തന്നെ മനുഷ്യൻ തമ്മിലുള്ള റിലേഷനും അതുപോലെ തന്നെ യഹോവയുടെ നിയമത്തിനുള്ള കണക്ഷനും ഈ 2 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ശമൂവേലിന്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ 1-ാം അധ്യായത്തിൽ ഈ സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായത്തിലും. അതുപോലെ തന്നെ ശമൂവേലിന്റെ പുസ്തകത്തില് ഇവിടെ ഒരു മെറ്റഫോർ ഉപയോഗിക്കുന്ന ഒരു പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ ആയിരിക്കും രാജാവ് എന്നാണ് ശമൂവേൽ പറയുന്നത്. എന്നാൽ ഇവിടെ പിന്നെ 1-ാം അധ്യായത്തിൽ പറയുന്നത് അവനൊരു വൃക്ഷം പോലെ ആയിരിക്കും. കമ്പാരിസൺ നമ്മൾ നോക്കുക. അപ്പോൾ ഇതിന്റെ ഇൻഫ്ലുവൻസ് മിക്കവാറും ഈ സങ്കീർത്തനം എഴുതാൻ വന്ന ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസ് ഇത് ഉണ്ടായിട്ടുണ്ട്. രാജാവിന്റെ കൗൺസിലിൽ ആര് നിൽക്കണം, രാജാവ് എങ്ങനെയുള്ളവരായിരിക്കണം, ഇതിന്റെയൊക്കെ ഒരു കമ്പാരിസൺ ഉണ്ട്. അതുപോലെ തന്നെ ഈ ദുഷ്ടന്മാരെ പറ്റി ശമൂവേൽ പറയുന്നത് മുള്ളു പോലെ ആയിരിക്കും, കൈ പിടിച്ചാൽ മുറിയുന്ന മുള്ളു പോലെ ആയിരിക്കും വരുന്നത്. എന്നാല് 1-ാം അധ്യായത്തിൽ സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറഞ്ഞത് ദുഷ്ടന്മാരെ പറ്റി പറയുമ്പോൾ അവർ കാറ്റ് പാറ്റുന്ന പതിര് പോലെ, യാതൊരു ഗുണമില്ലാത്തത്, യാതൊരു ഗുണം അവരിൽ നിന്ന് ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പതിരും അതുപോലെ തന്നെ നെൽമണികൾ മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കാറ്റത്ത് പതിര് പറന്നു പോകും. നെൽമണികൾ താഴെ വീണ് അവിടെ കിടക്കും. അതുകൊണ്ട് പിന്നീട് വേറെ നെൽമണികളെ ഉളവാക്കുവാൻ വേണ്ടി അതിനെ കിളിപ്പിച്ച് അതിനെ പിന്നെ രണ്ടാമത് കൊണ്ട് നട്ട് കഴിയുമ്പോൾ വേറെ നെൽമണികൾ ഉണ്ടാകുന്നു. എന്നാൽ ഈ പതിര് കൊണ്ട് ഇതൊന്നും ഉണ്ടാകുന്നില്ല, അത് കാറ്റത്ത് പറന്നു പോയി നശിച്ചു പോകത്തേ ഉള്ളൂ. ദൈവം എന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നത് ദൈവമക്കളിൽ നിന്ന് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ കാറ്റ് പാടുന്ന പതിന് ദുഷ്ടനെ പോലെ അല്ല, നമ്മൾ നീതിമാന്മാരെ പോലെ ഫലം കായ്ക്കുന്നവരായിരിക്കണം. ഒരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ പിന്നീട് അനേകർ നമ്മളിലൂടെ ദൈവത്തെ അറിയുവാൻ, ദൈവജനത്തെ മനസ്സിലാക്കുവാൻ, അത് അനേകർ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നവരായി തീരുവാൻ, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ദുഷ്ടനെ പോലെ നശിച്ചു പോകുന്നവരായി തീരുവാൻ ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നില്ല എന്നൊരു വലിയ കാര്യം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഡിലൈറ്റ് ഇൻ ദ ലോർഡ് എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ദൈവത്തിൽ അല്ലെങ്കിൽ അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക. ഒരു രാജാവ് ചെയ്യേണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവഭക്തൻ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കണം. ഇപ്പൊ നമുക്കെല്ലാം പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രാജാവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അവൻ അതിന്റെ ഒരു കോപ്പി എടുക്കണം, സ്ക്രിപ്ചറിന്റെ കോപ്പി എടുക്കണം, അത് രാപകലില്ലാതെ ധ്യാനിക്കണം, അതിനെ പഠിക്കണം, അതിന്റെ ബേസിസിൽ വേണം അവന്റെ തീരുമാനം എടുക്കാൻ. അപ്പത്തെ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചുള്ള നോക്കുകയാണെങ്കിൽ ഇതൊന്നും 24 മണിക്കൂർ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. രാത്രിയും പകലും ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് ജോലി ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെ സാധിക്കും? ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇത്രയും ചെയ്യാവുള്ളൂ. ദൈവത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഓംനി പ്രസന്റ് ആണ്, അതൊരു റിയാലിറ്റിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ റുട്ടീനായിട്ട് വരണം. റുട്ടീനായിട്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഒരു കുറച്ച് നേരം ദൈവവചനം ധ്യാനിപ്പാൻ നമ്മൾ റുട്ടീനാക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ റുട്ടീൻ ദൈവവചനം ആക്കി കഴിഞ്ഞാൽ അന്ന് പകൽക്കാലം സംഭവിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് രാവിലെ വായിച്ച ദൈവവചനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമോ? എവിടെയെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പലപ്പോഴും നമുക്ക് ഉപയോഗപ്പെടും. നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ച് എന്തെങ്കിലും പഠിച്ച് രാവിലെ നമ്മൾ അന്നത്തെ പകലത്തെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഈ ലൗകിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ രാവിലെ നമ്മൾ പഠിച്ച ഈ വിഷയം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചെങ്കിൽ നമ്മളവിടെ ജയിച്ചു. അത്രേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. രാപകൽ ധ്യാനിക്കുക എന്ന് വെച്ചാൽ അതിന്റെ ദൈവവചനം പഠിച്ച് അതിന്റെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ വരുത്തുക എന്നുള്ളത്. ഓംനി പ്രസന്റ് ആണ് ദൈവത്തിന്റെ വചനം. അത് എപ്പോഴും നമ്മുടെ കൂടെ വേണം. എന്ന് വെച്ചാൽ നമ്മുടെ രാത്രിയും പകലിരുന്ന് വായിക്കുക എന്നുള്ളതല്ല, അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വിഷയങ്ങളുടെ മുമ്പിലും അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നോ അത്രയും ദൈവത്തിന്റെ കൗൺസിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിന്റെ കൗൺസിൽ ദൈവവചനത്തിലൂടെ വന്നുകൊണ്ടിരിക്കും. നമ്മളത് ധ്യാനിക്കുമ്പോൾ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. ഈ ലോകത്തിൽ പലതും നമുക്ക് സന്തോഷം തരുന്നതാണ്, അതെല്ലാം വെറും താൽക്കാലിക. ദുഷ്ടൻ ചിന്തിക്കുന്ന അത്രയേ ഉള്ളൂ.
നിയമമൊന്നും ലംഘിക്കരുത്, നമ്മുടെ പോർട്ട്ഫോളിയോ വളർത്തുക, വേണ്ടത്രയും ട്രാവൽ ചെയ്യുക, സന്തോഷിക്കുക. ഇതൊക്കെയാണ് ഈ ലോകത്തിൽ ദൈവം മനുഷ്യൻ നമുക്ക് തരുന്ന കൗൺസിൽ, അല്ലെങ്കിൽ ദുഷ്ടൻ നമുക്ക് തരുന്ന കൗൺസിൽ. എന്നാൽ അതെല്ലാം വെറും താൽക്കാലികമാണ്, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നവന് നിത്യജീവൻ വരെ കിട്ടും. ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആ വചനം രാപ്പകൽ ധ്യാനിക്കണമെന്നുള്ളതാണ് ദൈവവചനം. ഇന്ന് രാത്രികാലം 1-ാം സംഘത്തിൽ നമ്മൾ സംസാരിക്കും. വളരെ മനോഹരമായ, എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ അങ്ങ് വെളിപ്പാട് വരെ ഉള്ള സകല വിഷയങ്ങൾ എന്താ സംഭവിക്കുന്നത്, ലോകത്തിൽ പാപം എങ്ങനെ ഉണ്ടായെന്നും ആ പാപത്തിന്റെ ഭരണമായി അത് ആദ്യത്തെ കൊലപാതകം സംഭവിച്ചത്, ഇതൊക്കെ ദുഷ്ടൻ ചെയ്ത പണിയാണ്. അത് അവസാനം പറയുന്ന അവൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസം വരെ വരുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ ആത്മാവ്. 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു കഴിഞ്ഞാൽ, പാപികളായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ, നമ്മൾ പാപത്തിന്റെ കൂടെ ഇരുന്നു കഴിഞ്ഞാൽ, അതേ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അങ്ങനെ പല വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അന്ത്യം എന്തായിത്തീരും എന്നുള്ളത് ഈ ദൈവവചനം നമ്മളെ ഉത്ബോധിപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ഇന്നത്തെ തലമുറയിൽ കാണുന്ന വലിയ വിഷയം എന്ന് പറഞ്ഞാൽ, വീട് വിട്ട് പലരും പഠിക്കാൻ പോകും. അവർ സ്കൂളുകളിൽ പോയിട്ട് അവർ കൂട്ടുകെട്ടുകൾ മാറിക്കഴിഞ്ഞാൽ അവരുടെ കൗൺസിലിംഗ് മാറുകയാണ്. അന്ന് വരെ അവർക്ക് കിട്ടിയ മാതാപിതാക്കളിൽ നിന്ന് ഉപദേശവും അവരുടെ ഗൈഡൻസും മാറിയിട്ട് അവർ കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ആ ഗൈഡൻസ് മാറിയിട്ട് അവർക്ക് വേറെ ഗൈഡൻസ് ആണ് പിന്നെ കിട്ടുന്നത്. അവിടെ ചെന്നിട്ട് അവരുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ നോ പറയാൻ അവർ പഠിച്ചു കഴിഞ്ഞാൽ വിജയിച്ചു. ഒരുത്തൻ പറയാടാ ഒരു സിപ്പ് ഒന്ന് കുടിച്ചു നോക്കെന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്ക് എൻ്റെ ദൈവവുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് എൻ്റെ മാതാപിതാക്കളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ചിലപ്പോൾ നീയുമായിട്ടുള്ള ബന്ധം ഇന്ന് രാത്രി കൊണ്ട് തീർന്നെന്നിരിക്കും, എന്നാലും ഞാൻ നാളെ വേറെ കൂട്ടുകാരെ കണ്ടുപിടിച്ചോളാം. അതാണ് ഒരു തീരുമാനം. ദൈവത്തിന്റെ കൗൺസിൽ, ദൈവമായിട്ടുള്ള നമുക്കുള്ള കമ്മിറ്റ്മെന്റ് മറക്കാതിരുന്നാൽ നമ്മുടെ യുവജനങ്ങൾ അതേ പാപത്തിന്റെ വഴിയിൽ തിരിഞ്ഞു പോകാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ, അത് നഷ്ടമാകാതെ ഈ ലോകത്തിലുള്ള താൽക്കാലികം അതെല്ലാം മാറി നിത്യമാതി നമുക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൗൺസിലിൽ നമുക്ക് ജീവിക്കാം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നിൽക്കും. ഈ വൃക്ഷത്തിന് ഒരു ഗുണമുണ്ട്, ഇതിന് മഴയൊന്നും വേണ്ട. ഈ വൃക്ഷത്തിന് മഴ വേണ്ട, കാരണം ഇത് വെള്ളത്തിന്റെ അരിയിലാണ് നിൽക്കുന്നത്. 365 ദിവസവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളമുണ്ട് അതിന് മഴയുടെ ആവശ്യമില്ല. ഒരു ദൈവമാണ് അതിന് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ദൈവമക്കളെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ നമ്മൾ നിൽക്കുക, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരുന്നു വിശ്വസിക്കുക. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തെല്ലാം കിട്ടിയെന്നിരിക്കുന്നത്, പക്ഷേ അതിന് ഒരു പേഷ്യൻസ് ആവശ്യമാണ്. ഇവിടെ ഒരു പേഷ്യൻസോടെ കാത്തിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് തരും എന്നുള്ള വിശ്വാസം ഈ ലോകത്തിൽ ആശ്രയിക്കാതെ, നമ്മുടെ കൂട്ടുകാരിൽ ആശ്രയിക്കാതെ, നമ്മൾ ഈ വൃക്ഷത്തെ പോലെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ജീവിച്ചാൽ എന്തോ ഒരു മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. ഒന്ന് ചിന്തിച്ചു നോക്കി. കാരണം ദൈവമാണ് നമ്മുടെ സോഴ്സ്. നമുക്കെല്ലാം നൽകി തരുന്നുണ്ട് ദൈവം. വേറെ ഒന്നിലും നമുക്ക് ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വളരുന്ന ഒരു വൃക്ഷം പോലെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം. വേറെ ഒന്നിലും നമ്മൾ ആശ്രയിക്കാതെ, അതേ നമ്മൾ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അത് വലിയൊരു ഇത് നമ്മൾ പലപ്പോഴും തമാശക്കാണെങ്കിൽ ആൾക്കാരെ പരിഹസിക്കാറുണ്ട്, ദൈവമക്കളും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു വലിയ പാപമായിട്ടാണ് ഈ സങ്കീർത്തനം പറയുന്നത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവർ അവരൊന്നും ദൈവസേനത്തിൽ വരാൻ യോഗ്യരല്ല എന്നാണ് ഈ സങ്കീർത്തനം പറയുന്നത്. കാരണം അതൊരു വലിയ പാപമാണ്. നമ്മൾ തമാശയ്ക്ക് പലപ്പോഴും പലരെയും കളിയാക്കാറുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിൽ, പരിഹാസിനെ പരിഹസിക്കുന്ന ആരെയാണെന്നറിയാം? അവർ മിക്കവാറും പേര് പാവികളാണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞു, ഈ പാവികളായ മനുഷ്യര് പരിഹസിക്കുന്നത് നല്ല മനുഷ്യരെ, വിശ്വാസികളെയാണ്, ദൈവമക്കളെയാണ് പരിഹസിക്കുന്നത്. ദുഷ്ടൻ പരിഹസിക്കുന്നത് ദൈവമക്കളെയാണ്.
അപ്പൊ നമ്മൾ അതിന് കൂട്ടു നിൽക്കരുത്. നമ്മൾ അവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അവരെ പോലെ നമ്മൾ സംസാരിക്കരുത്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ഈ ലോകത്തിൽ പല പല ചാലഞ്ചസ് നമുക്കുണ്ട് കേട്ടോ. പല ചാലഞ്ചസ് ഉണ്ട്. ഇതിനൊക്കെയും അവസാനം ദൈവം നമുക്ക് ഒരു നിത്യത തരും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച ആളത്തെ ഗുണം, ഈ സങ്കീർത്തനം പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ, ദുഷ്ടൻ നശിച്ചു പോകും. അവൻ ഒരിക്കലും ഇറ്റർണിറ്റി കിട്ടത്തില്ല. അവൻ നിത്യത ഒരിക്കലും കിട്ടത്തില്ല. എന്നാൽ നമുക്കോ ദൈവം ഒരു നിത്യമായ ജീവനും നിത്യതയും, അത് ഈ ലോകത്തിൽ ജീവിക്കുന്ന സമാധാനവും സന്തോഷവും, അതെ, അവന്റെ സന്നിധാനത്തിൽ എന്നേക്കും പ്രമോദങ്ങളുമുണ്ട്. അവന്റെ സന്നിധാനത്തിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ അവന്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരും. നമ്മൾ അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമുക്കെല്ലാം തരും. നമ്മുടെ രോഗത്തിൽ നമുക്ക് വിടുതൽ തരും. നമ്മുടെ കഷ്ടതയിൽ നമ്മളെ വിടുതൽ തരും. നമ്മുടെ ജീവിതാവശ്യങ്ങളിലെല്ലാം കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കും. അവന്റെ കൗൺസിലിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്തു കഴിഞ്ഞു ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവന്റെ കൗൺസിലിൽ ജീവിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിച്ച് അവന്റെ സന്നിധാനത്തിൽ വളരുന്ന ഒരു വലിയ വൃക്ഷം പോലെ നമ്മൾ വളർന്നാൽ നിത്യത വരെയും ദൈവം എത്തിക്കാൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കേണ്ട, അവന്റെ കൗൺസിൽ നമുക്ക് വേണ്ട. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നടത്തുന്ന വഴിയിൽ കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ എൻ്റെ വാക്കുകൾ